പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വലിയ സങ്കടത്തോടു കൂടി എന്നോട് ചോദിച്ചു, ബ്രദറെ, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമോ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ സങ്കടങ്ങളുണ്ട്, അതൊക്കെ മാറുമോ എന്നെങ്കിലും ജീവിതത്തില്? ഞാൻ പറഞ്ഞു, മാറും ബ്രദറെ, 100% മാറും. ഞാൻ ആ ബ്രദറിനെ എന്ത് പറഞ്ഞു, ഞാനൊരു പാട്ട് പാട്ടെന്ന് ചോദിച്ചു. ഞാൻ പാട്ടുകാരനല്ലെങ്കിലും പറയാ, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. എവിടെ പോകാനാ മാറാതെ? ഹല്ലേലൂയ. ഈ തിരുവചനത്തിലൊരു കാര്യം പറയുന്നുണ്ട്, നീതിമാന്റെ പ്രത്യാശയെക്കുറിച്ചും ദുഷ്ടന്റെ പ്രതീക്ഷയെക്കുറിച്ചും. നീതിമാനാരാ? ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ കൂടെ നടക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. നീതിമാൻ, ദൈവത്തിന്റെ കൂടെ, ദൈവമേ ഞാൻ നിന്റെ കൂടെ നടന്നേക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നാം നീതിമാനാകപ്പെടുകയാണ്. നമ്മൾ നീതിയുള്ളവരാണ്. ഹല്ലേലൂയ. അപ്പൊ നീതിമാനുള്ളത് പ്രതീക്ഷയല്ല, പ്രത്യാശയാ. പക്ഷെ ദൈവത്തെ വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യാശയില്ല, പ്രതീക്ഷയേ ഉള്ളൂ. അല്ലേ? ഇപ്പൊ എന്താ പ്രതീക്ഷ? ഞാനൊരു ലോട്ടറി എടുത്ത്, ബമ്പർ സമ്മാനം എടുത്ത്, ആ ദിവസം വരെ ഞാനിങ്ങനെ ആലോചിക്കുക, ചിലപ്പോൾ എനിക്ക് അടിച്ചേക്കും, ചിലപ്പോൾ എനിക്ക് അടിച്ചേക്കും. അല്ലെങ്കിൽ എനിക്ക് രോഗം വരുമ്പോൾ ഞാൻ വിചാരിക്കും, ചിലപ്പോൾ ഇത് മാറിയേക്കും. കഷ്ടത വരുമ്പോൾ ഞാൻ ആലോചിക്കും, ചിലപ്പോൾ ഇത് മാറിയേക്കും. എന്റെ സന്തോഷം പോലെ ഞാൻ ആലോചിക്കും, ചിലപ്പോൾ എന്റെ സന്തോഷം വന്നേക്കും. ഇതാണ് പ്രതീക്ഷ. പക്ഷെ പ്രത്യാശ അതല്ല. ഒരു വലിയ സമ്മാനം നടക്കുന്നു, ഒറ്റ ലോട്ടറി ഉള്ളത് എനിക്ക് തന്നു, ആ ഡേറ്റിന് എനിക്ക് അടിക്കും. അവർ തീരുമാനിക്കുന്ന ഡേറ്റിന് അത് എടുക്കുമ്പോൾ ഞാൻ എനിക്ക് അടിക്കും, ഉറപ്പാ. അല്ലെങ്കിൽ എന്റെ ഈ രോഗം 100% മാറിയിരിക്കും. അപ്പൊ 100% എന്ന് പറയുന്നതാണ് പ്രത്യാശ. കാരണം പ്രതീക്ഷ മനുഷ്യൻ ചെയ്യുന്നതും പ്രത്യാശ ദൈവം ചെയ്യുന്നതുമാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവത്തിന്റെ കൂടെ നടന്നാൽ, അവന്റെ ഇഷ്ടപ്രകാരം നടന്നാൽ, എന്താ ദൈവത്തിന്റെ ഇഷ്ടം? നിങ്ങൾ വലിയ വലിയ കാര്യമൊന്നും ചെയ്യേണ്ടെന്നേ. നിങ്ങൾ പരസ്പരമൊക്കെ ഒന്ന് സ്നേഹിച്ച്, നിങ്ങളോട് ചീത്ത പറിക്കുന്നവരെയൊക്കെ ഒന്ന് ക്ഷമിച്ച് പോട്ടറാപ്പാ അതൊക്കെ പറഞ്ഞ്, വലിയ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തുള്ള ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ക്ഷമിച്ച് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ച്, രാവിലെ തന്നെ കാണുമ്പോൾ ഒരു ഹായ് ഒക്കെ പറഞ്ഞ്, അല്ലേ? നമ്മളോട് മിണ്ടാത്ത അയൽവാസിയാണെങ്കിൽ ഒരു ഹായ് പറയാം, 2 ദിവസം പറയുമ്പോൾ നമ്മളോട് ഒരു ഹായ് പറയും. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നടക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ പ്രതീക്ഷകളെ പ്രത്യാശയാക്കി മാറ്റും. അപ്പൊ പ്രത്യാശയുടെ പ്രത്യേകത എന്താണ്? പ്രത്യാശയിലേക്ക് എന്റെ സഹോദര സ്നേഹിത നീ കടന്നു വന്നാൽ, ഇന്ന് നീ അനുഭവിക്കുന്ന, ഇന്ന് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദന ഉളവാക്കുന്ന വിഷയങ്ങൾ അത് സന്തോഷം ഉളവാക്കുന്നവയാക്കി മാറ്റും ദൈവം. നിന്റെ പ്രയാസങ്ങളെ മാറ്റും, നിന്റെ കഷ്ടതയെ മാറ്റും, നിന്റെ സാമ്പത്തികത്തെ മാറ്റും. നിനക്ക് പുഞ്ചിരി തരുന്നൊരു തമ്പുരാൻ നിന്റെ മുഖത്തെ പുഞ്ചിരിയാക്കി തരും. അത് ഗ്യാരണ്ടിയാണ്. ഹല്ലേലൂയ. ചുമ്മാ വിശ്വസിച്ചാൽ മതി, ഒരു വിലയും മുടക്കണ്ട, ഒന്നും കൊടുക്കണ്ട ആർക്കും. ഹല്ലേലൂയ. അപ്പൊ തമ്മിൽ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ തോന്നും, അല്ലേ? ഇപ്പൊ ഞാൻ ഇപ്പൊ നടന്നു പോവുകയായിരിക്കും, പക്ഷെ കണ്ടു കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടു കാണത്തില്ല. ഹലോ എന്ന് വിളിച്ചിട്ട്, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ? പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കാണുമ്പോൾ ഒന്ന് എന്റെ തമ്പുരാനെ, എന്റെ സഹോദരന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് മാറ്റി കൊടുക്കണേ, അവന് സന്തോഷം കൊടുക്കണേ. ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ ഹൃദയത്തിൽ ഓർക്കുമ്പോൾ എന്റെ തമ്പുരാനെ അവനെ അനുഗ്രഹിക്കണേ, അവരെ അനുഗ്രഹിക്കണേ, അവരെ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ എന്ന് പറയുന്നതിന്റെ പേരാണ് ദൈവസ്നേഹം. ഇതിനുവേണ്ടി ആ സഹോദര ഈ നമ്മളെയൊക്കെ ദൈവം കൊണ്ട് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. കാണുമ്പോൾ ഒന്ന് ചിരിക്കാനും, കാണുമ്പോൾ ഒരു സന്തോഷം പങ്കിടാനും, ഒന്ന് പ്രാർത്ഥിക്കാനും ഒക്കെയാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഹല്ലേലൂയ ചിരിക്കാം, കാണുമ്പോൾ സ്നേഹം പങ്കിടാം. ഓരോ ദിവസവും ദൈവം സമൃദ്ധിയോടെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.